കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഒരു വൻ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. ബ്രസീലിന്റെ ആദ്യ മത്സരം ഗോൾരഹിത സമനിലയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങൾ വിജയിക്കേണ്ട സാഹചര്യത്തിൽ പാരഗ്വയെ 4-1 ബ്രസീൽ തകർത്തെറിഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ ബ്രസീലിന് ആദ്യം ഒരു പെനാൽറ്റി ലഭിച്ചു. പക്ഷേ ലുക്കാസ് പക്കറ്റ് ആ ഒരു ബോൾ പുറത്തേക്ക് അടിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രസീൽ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ളത്. അതായത് 35-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് വേണ്ടി ആദ്യം ഗോൾ കണ്ടെത്തി. പിന്നീട് 43-ാം മിനിറ്റിൽ സാവിയോ ബ്രസീലിന് വേണ്ടി ലീഡ് നേടി. ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ വീണ്ടും ഗോൾ നേടി. ഹാഫ് ടൈമിന് മുമ്പ് തന്നെ ബ്രസീലിന്റെ വിജയം ഉറപ്പിച്ചതാണ്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ 48-ാം മിനിറ്റിൽ ഒമർ അൾട്രറ്റ് പാരഗ്വയ്ക്ക് വേണ്ടി ആശ്വാസ ഗോൾ കണ്ടെത്തി. അതിനുശേഷം 65-ാം മിനിറ്റിൽ ലഭിച്ചിട്ടുള്ള പെനാൽറ്റി ലുക്കാസ് പക്കറ്റ് ഗോളാക്കി ബ്രസീലിന്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഏതായാലും ഗ്രൂപ്പ് ഡിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയുമായി ബ്രസീൽ 4 പോയിന്റോടെ 2ാം സ്ഥാനത്താണ്. 2 മത്സരവും വിജയിച്ച കൊളംബിയയാണ് 1ാം സ്ഥാനത്ത്. അപ്പൊ നിങ്ങൾ ഈ ഒരു മത്സരം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മത്സരത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.